അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ ഇന്ന് 2 മുതൽ കിട്ടിയട്ടാ തെരണ്ടി. നല്ല ഫ്രഷ് തെരണ്ടി കിട്ടി. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് റെഡിയാക്കി എടുത്തത്. അത് ഇത്തിരി പണിയായിരുന്നു കേട്ടോ, പണി പാളിപ്പോയി ഇന്ന് പരിപാടി. അപ്പോൾ അത് റെഡിയാക്കി വന്നപ്പോൾ തന്നെ ഒരു ടൈം പിടിച്ച്. അപ്പോൾ അത് ഞാൻ വറുത്തരച്ച ടൈപ്പ് പൊടികളൊക്കെ ഓട് കാച്ചി റെഡിയാക്കുന്നത് അറിയണ്ട്, അങ്ങനെ റെഡിയാക്കിയതാണ്. തേങ്ങയില്ലട്ടോ, ഇതിൽ തേങ്ങ ഇല്ലാതെ റെഡിയാക്കിയതാണ്. പിന്നെ 5-6 കഷ്ണം വറുത്തട്ടാ, കനം കുറഞ്ഞ കഷ്ണമൊക്കെ വറുക്കാൻ പരട്ടി വറുത്തു. പിന്നെ എൻ്റെ പൊന്നച്ചാറ് എടുത്തിട്ട് നാളെ കുറേ ആയി. അപ്പോൾ ഇത്തിരി 2 കഷ്ണം പച്ചക്കറി വെക്കാനൊന്നും നേരം കിട്ടിയില്ല. അതുകൊണ്ട് 1-1.5 മണിയായി ഇത് റെഡിയാക്കി വന്നപ്പോൾ. അപ്പോൾ പൊന്നച്ചാറാണെന്ന് 2 കഷ്ണം എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോഴേ നമ്മൾ തെരണ്ടി റെഡിയാക്കാൻ പോകാം കേട്ടോ. തെരണ്ടി കറി റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇത് വറുത്തരച്ചെന്ന് വെച്ചാൽ തേങ്ങയില്ലാതെ ഉള്ള ഒരു വറുത്തരച്ച ടൈപ്പ് കറിയാണ്. അപ്പോൾ പൊടികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇവിടെ പൊടിച്ച ഗരം മസാലപ്പൊടിയും കൂടി 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓട് കാച്ചണയാണ്, ചൂടാക്കണയാണ്. തീ കുറച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറാനാണ്. വറുത്തരച്ച ടൈപ്പ് തന്നെ ആയിരിക്കോട്ടെ ഈ കറി, തേങ്ങ ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്ര മതി. പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ തെരണ്ടിക്കറി റെഡിയാക്കാൻ പോവാട്ടാ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. അല്പം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചതാണ്. പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഓട് കാച്ച ഈ പൊടിയങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ്. പുളി ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തെരണ്ടി കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കനം കുറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഞാൻ വറുക്കാൻ പരട്ടി
വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. കനം കുറഞ്ഞ കഷ്ണങ്ങൾ. ബാക്കിയുള്ളതാണിത്. നമ്മുടെ കറി ഒന്ന് നോക്കാം കേട്ടോ. തിളച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട് വറ്റാൻ. കളറൊക്കെ വറുത്തരച്ച ടൈപ്പ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. 2 ദിവസം ഇരുന്ന് കഴിഞ്ഞ് കൂട്ടുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് വരുന്നത്. പുളിയൊക്കെ പിടിച്ച് ഉപ്പും പുളിയൊക്കെ പിടിക്കണം ഇതിൽ. ചുറ്റിച്ച് കൊടുക്കാം. ഇരിക്കും തോറും ഇത് കുറുകും കേട്ടോ. പൊടികളൊക്കെ മല്ലിപ്പൊടിയൊക്കെ ചേർന്നേക്കണോട്ടെ. ഒന്നും കൂടി വറ്റിക്കോട്ടെ. 5 മിനിറ്റും കൂടി കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറി നോക്കാം കേട്ടോ. കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി തണുക്കും തോറും ഇത് നന്നായിട്ട് കുറുകും കേട്ടോ. ഇത്ര വേണം ചാറ്. കഷ്ണങ്ങൾ ഇത്തിരി അധികം ഉണ്ട്. ചാറും ഇത്ര വേണം. ചുറ്റിച്ച് കൊടുക്കാം. ഈ കറി നാളെ കൂട്ടാനായിരിക്കും രുചി കേട്ടോ. നാളെ ആകുമ്പോൾ പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടിരിക്കും. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തെരണ്ടി കറി റെഡിയായി. അപ്പോൾ ഞാനേ 2-3 കഷ്ണം വറുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ കനം കുറഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിലാക്കി 2-3 കഷ്ണം വറുത്തെടുക്കാം. അധികം വറുക്കാനില്ല, എന്നാലും ഒരു 4-5 കഷ്ണം വറുക്കാമെന്ന് വിചാരിക്കാം. ചെറുതീയിട്ട് വറുക്കാം കേട്ടോ. ചക്കത്തക്ക് ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. 5-6 കഷ്ണേ വറുക്കുന്നുള്ളൂ. ബാക്കി ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കും. നമ്മൾ മറച്ചൊക്കെ ഇട്ടിട്ടോ. കനം കുറഞ്ഞ കഷ്ണമായതുകൊണ്ട് അധികം പെട്ടെന്ന് മൊരിയും. കഴിക്കാം. അപ്പോൾ തിരണ്ടീനെ ഒരു കഷ്ണം എടുക്കാം. അരിയിൽ തന്നെ ഇടാം. ചാറ് നാളെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും. എന്നാലും വറുത്തരച്ച ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വറുത്തത് ഒരു കഷ്ണം എടുക്കാം. പിന്നെ ഒരു കഷ്ണം അച്ചാറെടുക്കാം. അച്ചാറെടുത്തിട്ട് കുറച്ച് നാളായി. നെല്ലിക്കയാണ് ഇപ്പോൾ സാധാരണ എടുക്കാറ്. നെല്ലിക്ക ചാരിക്കലാണ്. അതിനും കൂടി നേരം കിട്ടിയില്ല എനിക്ക്. ഒരു കഷ്ണം അച്ചാറെടുക്കാം. അപ്പോൾ കഴിക്കാം. നല്ല അടിപൊളി മണം വന്ന് ചാറിന്. എന്നിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നാളെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ. ഇത് നല്ല ഫ്രഷ് തരണ്ടി ആയിരുന്നു. ചത്തിട്ടുണ്ടായില്ല. രസമുണ്ട്. നല്ല വറുത്തതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകണം കേട്ടോ. പഞ്ഞു പോലെ ഇരിക്കണം. പിന്നെ നമ്മുടെ അച്ചാറ്. അടിപൊളിയാട്ടോ. തിരണ്ടിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല നാളെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴേ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് തെരണ്ടി കറി, തെരണ്ടി വറുത്തത്, പൊന്നച്ചാറ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.